നമസ്കാരം. പലരുടെയും ഒരു ഡൗട്ട് ആയിരിക്കും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ആണോ ഫ്രോസൺ ആണോ നല്ലതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ ആണ് നല്ലത്. കാരണം കൂടുതൽ ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ സി, ഫോളേറ്റ്സ് ഒക്കെ റീടൈൻ ചെയ്യുന്നത് കൂടുതലും ഫ്രോസൺ ആണ്. കാരണം പെട്ടെന്ന് തന്നെ അത് ഹാർവസ്റ്റ് ചെയ്ത് ഒരു 1-2 മണിക്കൂറിനകത്ത് വാഷ് ഫ്രോസൺ ചെയ്യുന്നതുകൊണ്ട് ഇത്തരം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ റീടൈൻ ചെയ്യുന്നത് കൂടുതലും ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരിക്കും. പക്ഷേ അതേസമയം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒരുപാട് നേരം ട്രാവൽ ചെയ്ത് ലൈറ്റുമായിട്ട് റിയാക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ, ഇങ്ങനെ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തായ്പന്മാരൊക്കെ ഷോപ്പുകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. കാരണം പെട്ടെന്ന് തന്നെ ഹാർവസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഫാം ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങിക്കുന്നത്. ഇപ്പം മാർക്കറ്റുകളിലൊക്കെ വരുന്ന ഫാം ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വേറെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നന്നായിട്ട് കഴുകി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സ്മൂത്തി മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് നോക്കുക, റെഡി ടു യൂസ് ആണോ അല്ലെങ്കിൽ അത് വീണ്ടും വാഷ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം എല്ലാം നല്ല പെസ്റ്റിസൈഡ് അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കുറച്ച് നേരം വിനാഗിരി ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ലിറ്ററോളം വെള്ളത്തിനകത്ത് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തതിനു ശേഷം നന്നായിട്ട് റിൻസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക.